പാലക്കാട്ടെ വലിയ പരാജയം വിശദമായി പരിശോധിക്കാൻ സിപിഐഎം സംഘടനാ സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന നേതാക്കളടക്കം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനാകാത്തതിലും ആശങ്കയുണ്ട്. വരുന്ന ജില്ലാ സമ്മേളനത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തെളിഞ്ഞെന്നാണ് നേതാക്കളുടെയും വിലയിരുത്തൽ. വിവരങ്ങളുമായി സാനിയോ മനോമിയും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം സാനിയോ മനോമിയിലേക്ക്. സാനിയോ മനോമി, പാർട്ടി എങ്ങനെയാണ് ഈ പരാജയത്തെ നോക്കിക്കാണുന്നത് പാലക്കാട്? അതായത് സുജയ, സ്വയം വിമർശനമായി തന്നെയാണ് പാർട്ടി ഇതിനെ എടുക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഓരോ തവണയും തോൽക്കുകയും വോട്ട് കുറഞ്ഞു വരികയും ചെയ്യുന്ന സാഹചര്യത്തിന് ഇത്തവണ വോട്ട് കൂട്ടിക്കൊണ്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഇതും അല്ല പ്രതീക്ഷിച്ചിരുന്നത്. 2ാം സ്ഥാനത്തെങ്കിലും എത്തണമെന്നായിരുന്നു പാർട്ടിയുടെ ഒരു പ്രതീക്ഷ. അതിനൊത്ത് ഉയരാൻ കഴിയാത്തത് ഒരു സ്വയം വിമർശനമായി തന്നെയാണ് പാർട്ടി എടുക്കുന്നത് എന്നാണ് ഇന്നലെ പോലും നമുക്ക് മനസ്സിലായത്. കാരണം ഇന്നലെ ഈ തോൽവിക്ക് പിന്നാലെ ഈ സുരേഷ് ബാബുവിന്റെ അടക്കം ബൈറ്റെടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് നേതൃത്വത്തിനുണ്ടായ, അതായത് സംഘടനയ്ക്കുണ്ടായ പിഴവ് തന്നെയാണ് എന്നതാണ്. അത് തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും ഇപ്പോഴും സംഘടന മുന്നോട്ട് പോവുക. അതായത് പാലക്കാട് പ്രദേശത്ത്, പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലം പരിധിയിലെങ്കിലും സംഘടന ദുർബലമാണ് എന്നുള്ളൊരു അഭിപ്രായം നേതൃത്വത്തിന് തന്നെ ഉണ്ട്. കാരണം സംസ്ഥാന നേതാക്കളടക്കം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നേതാക്കളും അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ കണ്ണാടിയും മാത്തൂരും പിരായിരിയിലുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പോലും ഒരു വലിയ തരത്തിലുള്ള വോട്ട് ഷെയർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. താഴേക്ക് പോയില്ല എങ്കിൽ കൂടിയും വലിയ തരത്തിൽ വോട്ട് കൂട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വയം വിമർശനമായി എടുക്കുന്നു. അത് തന്നെയായിരിക്കും ഇനി സമ്മേളനങ്ങളിലടക്കം. സമ്മേളന കാലയളവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനങ്ങൾ മാറ്റിവെച്ചിരുന്നു. അത് വീണ്ടും നടക്കുകയാണ്. ഇനി വരുന്ന ജില്ലാ സമ്മേളനത്തിലടക്കം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇന്നലെ നേതൃത്വം ഒരു സൂചന നൽകിയതും. ഏതായാലും പാർട്ടിക്ക് സംഘടനാ ദൗർബല്യം ഇവിടെയുണ്ട്. പലയിടങ്ങളിലും സംഘടന കെട്ടുറപ്പുള്ളതല്ല എന്നടക്കമുള്ള നിരീക്ഷണങ്ങളാണ് ഇതിനോടൊപ്പം വരുന്നത്. അതൊക്കെയും ശരിയാക്കി പുതുക്കി അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴേക്കും ഒരുങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ സാനിയോ, ടി വി പ്രസാദുമുണ്ട്. ടി വി പ്രസാദ്, ഭരണവിരുദ്ധ വികാരം അത് ഉണ്ടെങ്കിൽ ചേലക്കര കോൺഗ്രസിന് പോയേനെ, അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിജയന് എതിരായ ഒരു വികാരമില്ല എന്നതാണോ ഇപ്പോൾ ചേലക്കര റിസൾട്ട് മുൻനിർത്തിക്കൊണ്ടുള്ള വിലയിരുത്തൽ? സുജയ, ഇതിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാൻ ചേലക്കര മാത്രം ഉയർത്തിപ്പിടിക്കുകയാണ് CPIM എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല CPIMന്റെ പല നേതാക്കളും അണികളും ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം 3ാം പിണറായി സർക്കാർ എന്ന ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. 3ാം പിണറായി സർക്കാർ ലോഡിംഗ് എന്ന നിലയിലാണ് പല പ്രാദേശിക നേതാക്കളുടെയും അതുപോലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൊക്കെ വരികയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ചേലക്കരയിൽ വലിയ നേട്ടം CPIMനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചേലക്കര മുൻനിർത്തി ഇലക്ഷൻ റിസൾട്ടിനെ ആകെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ധൈര്യമായി CPMന് പറയുകയും ചെയ്യാം. പക്ഷെ വയനാട്ടിലേക്ക് പോയാലും പാലക്കാട്ടേക്ക് പോയാലും സ്ഥിതിഗതികൾ നേരെ മറിച്ചുമാണ്. അതായത് വയനാട്ടിൽ സമീപകാലത്തൊന്നുമില്ലാത്ത വലിയ ഇടിവാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായത്. പക്ഷേ വയനാട്ടിലെ കാര്യം മിണ്ടുന്നതേയില്ല. അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ പാലക്കാട്ട് ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ആകെ 890 വോട്ട് അധികം നേടി എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. BJPയുമായി കുറച്ചുകൂടി അടുത്ത ഒരു ഫൈറ്റ് ഉണ്ടാക്കി എന്നല്ലാതെ ഏതാണ്ട് 18,000-ത്തിലധികം വോട്ടിന്റെ ഡിഫറൻസ് ആണ് ഒന്നാമത്തെ സ്ഥാനാർത്ഥിയുമായി അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചേലക്കര മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന ട്രെൻഡ് ഉണ്ടാക്കാനാണ് CPIM നേതാക്കൾ ശ്രമിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് പിന്നാലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ആദ്യമായി തന്നെ അത് പറയുകയും ചെയ്തത്. പക്ഷെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ ഒരു വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ച സമയത്ത് മറുപടി പറയാത്ത സംസ്ഥാന സെക്രട്ടറിയാണ് ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അത് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് പറയുന്ന നിലയിലേക്ക് വന്നത്. പിന്നാലെ പിണറായി വിജയനും അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം വിരുദ്ധ വികാരമില്ല എന്ന തലത്തിലേക്കാണ് നിലപാടുമായി മുന്നോട്ട് വന്നത്. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചേലക്കര മണ്ഡലം മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് CPIMനും CPIക്കും ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കൾക്ക് പറയാനും കഴിയുക. കാരണം ചേലക്കര എടുത്തു നോക്കിയാൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. പക്ഷേ
വയനാടും പാലക്കാട്ടും സംഭവിച്ചത് വലിയ വീഴ്ചയാണ്, വലിയ തോതിലുള്ള സംഘടനാ തലത്തിലും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ ചെയ്യുന്നത്. പക്ഷേ അതിനെക്കുറിച്ചും ഉണ്ടാതെ ചേലക്കര മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ലെന്നും നിലവിൽ സർക്കാർ തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റായും വാർത്താക്കുറിപ്പായും പുറത്തിറക്കുകയും ചെയ്ത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ LDF-നായാലും CPIM നേതൃത്വത്തിനായാലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന തലത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ഇത് ധാരാളം മതിയാവുകയും ചെയ്യും. സുജയ. ഓക്കെ, TV പ്രസാദും സാനിയോ മനോമിയുമാണ് വിവരങ്ങൾ നൽകിയത്.